ഹായ് എവരി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാൽക്കഞ്ഞി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നല്ല കൊതിയൂറുന്ന ടേസ്റ്റോട് കൂടിയിട്ടുള്ള പാൽക്കഞ്ഞി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമ്മളിന്ന് പാൽക്കഞ്ഞി ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലിലാണ് കേട്ടോ. ഒരു വലിയ നാളികേരം എടുത്ത് നമ്മൾ ഉടച്ച് ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എങ്ങനെയാണ് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നതെന്ന് കാണാം. ആദ്യം തന്നെ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വെള്ളം ചേർത്ത് നമ്മളിത് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഒതുക്കി പിഴിഞ്ഞ് നമ്മൾ ഈ പാലെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നത് 1-ാം പാലാണ്. 1-ാം പാൽ എടുക്കാനായിട്ട് മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വെള്ളം ചേർത്ത് 1-ാം പാല് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 2-ാം പാല് പിഴിഞ്ഞെടുക്കാം. നമ്മൾ തേങ്ങാപ്പീല നമ്മൾ വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് 2 കപ്പ് വെള്ളം ചേർക്കാം. മെഷറിംഗ് കപ്പിൽ 2 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് 2-ാം പാലും ഇതുപോലെ തന്നെ ഒന്ന് മിക്സിയിൽ ആ പീല ഒന്ന് ഒതുക്കിയെടുത്ത് വീണ്ടും കൈകൊണ്ടൊന്ന് തിരുമ്മി പിഴിഞ്ഞ് അരിച്ചെടുക്കാം. തേങ്ങാപ്പാലിന് പകരം നമുക്ക് പശുവിൻ പാലിലും നമുക്ക് പാൽക്കഞ്ഞി തയ്യാറാക്കാം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ എടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ നമ്മൾ 2-ാം പാല് 2 കപ്പ് വെള്ളത്തിൽ ഇതാ പിഴിഞ്ഞ് അരിച്ച് നമ്മൾ എടുക്കുന്നുണ്ട്. രണ്ടാം പാല് നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് 3-ാം പാൽ എടുക്കാം. വീണ്ടും നമ്മൾ ആ തേങ്ങയുടെ പീല നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് നമ്മൾ 4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. 4 കപ്പ് മെഷറിംഗ് കപ്പിൽ വെള്ളം ചേർത്ത് നമ്മൾ നന്നായിട്ട് ഒന്ന് ഒതുക്കി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് 3-ാം പാലും കിട്ടിയിട്ടുണ്ട്. 4 കപ്പ് വെള്ളം ചേർത്ത് 3-ാം പാല് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പച്ചരി മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പച്ചരിയാണ് ഞാൻ എടുക്കുന്നത്. പച്ചരിക്ക് പകരം നമുക്ക് മട്ട റൈസോ അല്ലെങ്കിൽ പൊന്നി റൈസോ ഒക്കെ നമുക്ക് പാൽക്കഞ്ഞിക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. മട്ട റൈസിൻ്റെ പൊടിയരിയും നമുക്ക് പാൽക്കഞ്ഞി ഉണ്ടാക്കാൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് 3-4 വട്ടം കഴുകി അരിയുടെ ഉളമ്പൊക്കെ കളഞ്ഞെടുക്കാം. 3-4 വട്ടം നന്നായിട്ട് കഴുകിയ പച്ചരി നമുക്ക് ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഒഴിക്കുന്നത് 3-ാമതായിട്ട് നമ്മൾ പിഴിഞ്ഞു വെച്ച 4 കപ്പ് മെഷറിംഗ് കപ്പിൽ വെള്ളം ഒഴിച്ച് 3-ാമത് പിഴിഞ്ഞു വെച്ച 3-ാം പാലാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് അരി നന്നായിട്ട് ഈ 3-ാം പാലിൽ വേവിച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 വിസിലിനാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. നമ്മൾ പാൽക്കഞ്ഞിക്ക് ആദ്യം ചെയ്യേണ്ടത് അരി നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക എന്നാണ്. നന്നായിട്ട് കുഴഞ്ഞ് നല്ല പോലെ വെന്ത് കിട്ടണം. അപ്പം ഞാനിവിടെ 4 വിസിലിൽ നമ്മൾ പച്ചരി ആയതുകൊണ്ട് 4 വിസിലൊക്കെ മതിയാകും. ഞാൻ കയ്യിൽ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ച് വീണ്ടും വെക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിട്ടുള്ള 2 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞ 2-ാം പാല് ചേർത്ത് കൊടുക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഈ പാല് പിരിഞ്ഞൊന്നും പോകാതെ നല്ലോണം ചൂട് കയറി തിളച്ച് നന്നായിട്ടൊന്ന് യോജിച്ച് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് കുറുകിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് 2 ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. ഇത് നല്ല ജീരകം പൊടിച്ചതാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ പശുവിൻ പാല് ചേർത്താണ് ഉണ്ടാക്കുന്നത് എങ്കിൽ നമ്മൾ പച്ചരി നന്നായിട്ട് വേവിച്ചതിന് ശേഷം പശുവിൻ പാല് നമുക്ക് ചേർത്ത് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഈ പാൽക്കഞ്ഞി തയ്യാറാക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 2-ാം പാല് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കുറുതായിട്ടുണ്ട്. നമ്മൾ ചേർത്ത ജീരകവും ഉപ്പെല്ലാം ഇതിനകത്ത് യോജിച്ച് നന്നായിട്ടൊന്ന് വറ്റി ഒന്ന് കുറുതായി വന്നിട്ടുണ്ട്. ഒരുപാട് വറ്റിക്കേണ്ട, ചെറുതായിട്ടൊന്ന് ആ പാല് കുറുതായി ഒന്ന് വന്നാൽ മതി. ഇനി നമ്മൾ ഒടുവിൽ നമ്മൾ പിഴിഞ്ഞു വെച്ച 1-ാം പാല് ചേർത്ത് കൊടുക്കാം. മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വെള്ളം ചേർത്ത് നമ്മൾ നല്ല പിഴിഞ്ഞു വെച്ച കട്ടിയുള്ള 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്തതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് നമ്മളിത് വീണ്ടും വീണ്ടും ഇട്ട് തിളപ്പിക്കരുത്. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. നല്ല ചൂട് കയറി ഒന്ന് അരിവശത്തൊക്കെ ഒന്നിങ്ങനെ തിളച്ചിങ്ങനെ വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ തിളച്ചിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഇറക്കി വെച്ച് വീണ്ടും ആ തളയൊന്ന് മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം.
ഇത്രയേ ഉള്ളൂ പാൽക്കഞ്ഞി. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ തിളപ്പം ഒന്ന് കുറയുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ പാൽക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ നമുക്ക് പോരായുണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടോടുകൂടി നമുക്ക് ഈ കഞ്ഞി കുടിക്കാവുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ഈ കഞ്ഞി കുടിക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് 1 ടീസ്പൂൺ നെയ്യ്, 1-2 ടീസ്പൂൺ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെ നെയ്യ് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ചൂടോടുകൂടി കഞ്ഞി കുടിക്കാവുന്നതാണ്. പാൽക്കഞ്ഞി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ള ഒരു കഞ്ഞി റെസിപ്പിയാണ് പാൽക്കഞ്ഞി കേട്ടോ. നമുക്ക് പശുവും പാലും ചേർത്ത് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പാൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് നെയ്യും ചേർത്ത് നമുക്ക് പാൽക്കഞ്ഞി പശുവും പാലും ഒഴിച്ചും ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യ് ചേർത്തത് നന്നായിട്ട് ഇതൊന്ന് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള പാൽക്കഞ്ഞി നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ പശുവും പാൽ ചേർക്കുകയാണെങ്കിൽ ആദ്യം തന്നെ അരി നന്നായിട്ട് വേവിക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 1 കപ്പ് റൈസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് അരിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് പാൽക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് 4 പാൽ മതിയാകും കേട്ടോ. അപ്പോൾ 4 പാൽ നമ്മൾ ഒഴിച്ച് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് ഈ അരിയിൽ പശുവിൻ പാൽ ചേർത്ത് 4 പാലും 1 കപ്പ് വെള്ളവും ചേർത്ത് ഇതുപോലെ ഒന്ന് വേവിച്ച് കുറുതാക്കി കുറച്ച് ഏലക്കാപ്പൊടിയും നെയ്യും ചേർത്ത് നമുക്ക് പശുവും പാലിൽ ഇതുണ്ടാക്കാവുന്നതാണ്. ഏറ്റവും രുചി നമുക്ക് പാൽക്കഞ്ഞി തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ്. തേങ്ങാപ്പാൽ നമുക്കറിയാം ശരീരത്തിന് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അല്ലേ. പിന്നെ ചിലവർക്കൊക്കെ ചിലതരം അസുഖങ്ങളുടെ ഭാഗമായിട്ട് തേങ്ങാപ്പാൽ വയറിന് പിടിക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് പശുവും പാലിലും നമുക്ക് ഈ പാൽക്കഞ്ഞി തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഷ്ടമായാൽ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരും വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.